ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്ന് നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത്. പക്ഷേ ഒരുക്കങ്ങളെല്ലാം അവിടെ തുടങ്ങിക്കഴിഞ്ഞോ? എന്താണ് ഷൗക്കത്തിന് തുണയായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ? ഷൗക്കത്തിന്റെ പേര് മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെന്ന കാര്യം നമ്മൾ നേരത്തെ ഷുക്കൂർ പറഞ്ഞത് കണ്ടതാണ്. ഷൗക്കത്തിനെ പരിഗണിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. നമ്മൾ ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒന്നിലധികം പേരുകൾ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. VS ജോയിയുടെ പേര് ഒരു ഘട്ടത്തിൽ വളരെ സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേക്കും പല ഘടകങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ തന്നെ ചില സമവാക്യങ്ങൾ മാറുന്നത് കണ്ടു. KPCC പ്രസിഡന്റിനെ മാറ്റുന്നു, ഒപ്പം MM ഹസനെ മാറ്റിക്കൊണ്ട് അവിടെ പുതിയ UDF കൺവീനറെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമവാക്യങ്ങളുടെ തുടർച്ചയായി നിലമ്പൂർ പോലെ മലബാറിലെ ഒരു മണ്ഡലത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത കൈവരൂ എന്ന് വിചാരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം എല്ലാ സാധ്യതകളും പരിശോധിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഈ ആര്യടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്തുകയും ആര്യടൻ ഷൗക്കത്ത് തന്നെയും തൻ്റെ ഒരു ലെഗസി ഉള്ള പിതാവിൻ്റെ ലെഗസിയുള്ള ഒരു മണ്ഡലം അവിടെ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. അത് തൻ്റെ രാഷ്ട്രീയമായ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതില്ലാതാക്കരുതെന്ന് പാർട്ടിയോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പലതരം ഘടകങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഒറ്റ പേരിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി കോൺഗ്രസ് നേതൃത്വം എത്തി. പക്ഷെ അപ്പോഴാണ് അൻവർ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വിയോജിപ്പുകളും സമ്മർദ്ദവുമായി രംഗത്ത് വരുന്ന ആ സമ്മർദ്ദം പരിഗണിക്കേണ്ടതില്ല എന്ന് ഒരു ദിവസം അവസാനിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഇവിടുത്തെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പൊതുവായ വിലയിരുത്തൽ അൻവർ ഫാക്ടറിന് അപ്പുറത്തേക്ക് ഇവിടെ വലിയ വിജയമുണ്ടാക്കാൻ കഴിയും വിധത്തിലുള്ള സംസ്ഥാനത്താകമാനമുള്ള വികാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരിക്കും ഇവിടുത്തെ വിജയം. സർക്കാരിനെതിരെ ഇപ്പോൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നേടിയ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയം, സർക്കാരിന് വലിയ പരിക്കുണ്ടാക്കിയ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇവിടെ നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അതിനിടയ്ക്ക് അൻവറിനെ പരിധി കവിഞ്ഞ് പരിഗണിക്കേണ്ടതില്ല, പരിധി കവിഞ്ഞ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് ഒടുവിലെടുക്കുന്ന തീരുമാനം. അപ്പം ആര്യടൻ ഷൗക്കത്തിന് പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങളുണ്ട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് പാർട്ടി തീരുമാനിക്കുകയും ചെയ്യുന്നത്. എൻ്റെ കൂടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, ഇപ്പോൾ സമ്മർദ്ദം പലതുണ്ടാക്കുമ്പോൾ ആര്യാടനെ നിർത്തിയാൽ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന റിസ്ക് എലമെന്റ്സ് എന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് അൻവർ ഒരു പ്രതിഷേധം രേഖപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹം വ്യക്തിപരമായ അനിഷ്ടം ആ നിലയ്ക്ക് പറയുകയല്ല ചെയ്തത്. ചില പ്രത്യേകമായ ഘടകങ്ങളുണ്ട്, അവ പരിഗണിക്കണം എന്നാണ്. അതെങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കുക? കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഏറ്റവും ഒരു അവസാനം കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഒരു കൺസെൻസസിലേക്ക് എത്തുന്നത്. അവിടെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് PV അൻവർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇന്നലെ ഏറെക്കുറെ ഇന്നലെയും PV അൻവറുമായി പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുകയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇനി വരുന്ന കാര്യങ്ങളെ ഓരോന്നും അത് UDF ഒറ്റക്കെട്ടായി നേടാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നതാണ്. തുടർന്നുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം, ഉയർത്തിവിട്ട സമ്മർദ്ദത്തെ അങ്ങനെ പരിഗണിക്കണോ വേണ്ടേ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശം നടക്കുമ്പോൾ കൃത്യമായി തന്നെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം ഉൾപ്പെടെ തീരുമാനമെടുത്തത് അങ്ങനെ ഒരു പാർട്ടി എടുത്തൊരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിന് മറികടന്ന് നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വളരെ ബോൾഡായി എടുക്കാൻ ഒരു തീരുമാനിച്ചു. അതൊരു പക്ഷേ നമ്മൾ അതുകൊണ്ടായിരിക്കും ഈ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ എറണാകുളത്ത് വെച്ച് ചക്കോളസ് ഹോട്ടലിൽ വെച്ച് ഒരുമിച്ച് കൂടി ഈ കാര്യങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തി അതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഫൈനലി എത്തുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ VS ജോയ് എന്ന് പറയുന്ന ഒരു കൃത്യമായൊരു മുൻതൂക്കം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതേസമയം KPC തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യത്തിൽ അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കണം എന്നുള്ളൊരു ഒരു നിലപാട് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ സ്വാഭാവികമായിട്ടും വന്നു. അത് പരിഗണിക്കപ്പെട്ടെന്ന് മാത്രമല്ല VS ജോയി ആണെങ്കിലും അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്താണെങ്കിലും മറ്റ് നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് UDF ഒരു ക്യാമ്പയിനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിലേക്ക് പോകും. PV അൻവറെ സംബന്ധിച്ചോളം ഇപ്പോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അനുനയിച്ച് മുന്നോട്ട് പോകണം എന്നൊരു നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം സ്വന്തം സ്ഥാനാർത്ഥി വല്ലതും പോവുകയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പോകില്ല. അദ്ദേഹം ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് എതിർപ്പുകളോടാണെങ്കിൽ പോലും UDF തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു തീരുമാനം പറയും എന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. എന്തായാലും ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കുക, പാർട്ടി എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നേടുക എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ ഫൈനലൈസേഷൻ ആയത്.
ഇനി പ്രഖ്യാപനം മാത്രം കാത്തിരുന്നാൽ മതിയാവും. ശരി, ധന്യ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആര്യ ഷൗക്കത്തിന്റെ വീട്ടിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ തോതിൽ അദ്ദേഹത്തിന്റെ അണികൾ, പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ട്. ആ പ്രഖ്യാപനം കാത്തിരിക്കുന്നു. ഇടയ്ക്ക് ചില ആശയക്കുഴപ്പത്തിന്റെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായെങ്കിലും ഇപ്പം മൊത്തത്തിൽ ശുഭകരമായ അന്തരീക്ഷമാണ്. ആര്യ ഷൗക്കത്തിലുണ്ട്, അദ്ദേഹം പുറത്തു വരികയാണ്. അല്പസമയത്തിനകം തിരിച്ചു വരും. പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്ന മുറയ്ക്ക് അദ്ദേഹം ഇവിടെ വരികയും ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും എന്നാണ് നാം വിചാരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പത്തിന്റെ സങ്കീർണ്ണ സാഹചര്യത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു, ഈവനിങ് ആകുമ്പോൾ എന്നാണ് നമുക്ക് ഇവിടുന്ന് പറയാനുള്ളത് തന്നെ.